മിസ്റ്റർ കുഞ്ഞച്ചൻ ഒന്ന് കിട്ടുവോ? ഞാൻ കോൺട്രാക്ടർ ഹരീന്ദ്രനാണ്. ആ കൺട്രാക്ടാണോ? ഇത് കുഞ്ഞച്ചൻ തന്നെയാ. അതെ കുഞ്ഞച്ച, ഞാനിവിടെ PWDയുടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അത് നിന്നുപോയി. അതുകൊണ്ട് കുറച്ച് സമയം ബാക്കിയുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം വേണമെങ്കിലും നോക്കാം. എന്ത് ഈശോയെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഇന്നെങ്കിൽ ഇന്ന് വർക്ക് തുടങ്ങാൻ കുഞ്ഞച്ചൻ റെഡിയാ. കുഞ്ഞച്ചനൊന്ന് വന്നാൽ നമുക്ക് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. എവിടെ വരണമെന്ന് പറ. വർക്ക് സൈറ്റ് വന്നാൽ മതി. കണ്ടേക്കേ. ആദ്യം ഞാനൊന്ന് സംശയിച്ചു, വരാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ അല്ലേന്ന്. ഫോണിൽ കൺട്രാക്ട് വിളിച്ചപ്പോ മനസ്സൊന്ന് കുളിർത്തേ. തോമസ് കുട്ടിച്ചാനെ അപ്പൊ തന്നെ IST വിളിച്ച് പറയുകയും ചെയ്തു. ആ ഇനി കുഞ്ഞച്ചൻ എന്നാ ചെയ്യണ്ടേ? അത് കുഞ്ഞച്ച, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നതാ? ഇന്നലെ ഇവിടെ ഒരു മുതലാളി കയറി വന്നു. മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണച്ചാക്ക്, അയക്കം പണിയുന്ന ഒരു കല്യാണ മണ്ഡപം. കുഞ്ഞച്ചൻ കൊണ്ടുവന്ന അതേ പ്ലാൻ. കുഞ്ഞച്ചൻ ഒരു പക്ഷെ കേട്ട് കാണും, ഒരു KRK ഫുഡ് പ്രോഡക്റ്റ്, എക്സ്പോർട്സ്, ജുവലറീസ്, പ്ലാന്റേഷൻസ്, അങ്ങനെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ. സാക്ഷാൽ KR കുട്ടിക്കൃഷ്ണൻ. അയാൾക്കു ഇതേ മുഖം, ഇതേ സ്വരം. എടാ കുട്ടിക്കൃഷ്ണ, താൻ എന്താ വിചാരിച്ചേ? തനിക്ക് മാത്രമേ ബുദ്ധിയും സൂത്രങ്ങളും ഉപയോഗിക്കാൻ കഴിയുള്ളൂ? വലിയൊരു പ്രോജക്ട് എടുത്തിന്റെ മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റെല്ലാം വിട്ടിട്ട് ഞാൻ എന്റെ പിന്നാലെ പായി വന്നോ? കുഞ്ഞച്ചനായി വന്ന് രഹസ്യങ്ങൾ അറിയാനും ഗുണ്ടകളെ വിട്ടെന്നെ തല്ലിക്കാനും സ്വാധീനം ഉപയോഗിച്ച് എന്റെ വർക്ക് തടസ്സപ്പെടുത്താനും മാത്രമേ തനിക്ക് കഴിയൂ. ഇത് കണ്ടോ, ഇന്നത്തെ ഡേറ്റിലുള്ള ടിക്കറ്റാ. നീ ശേഖരമെന്നോ ടിക്കറ്റ് എടുത്ത് മോമയ്ക്കല്ലേ? ഞാൻ കുറച്ചുകൂടെ ആവശ്യമായി. ഇത് ഡൽഹിക്കാ, അതും AC സ്ലീപ്പറിൽ. നന്നായി തണുത്ത് സുഖിച്ചങ്ങ് പോവാ. പേടിക്കണ്ട, കൂടെ രണ്ടുപേരൂടെ ഉണ്ട്. ഇത് അവർക്കുള്ള ടിക്കറ്റാ. സാക്ഷി പറയാൻ നീ ഒരാളെയല്ലേ വെച്ചുള്ളൂ, ഞാനത് രണ്ടാക്കി. എല്ലാത്തിലും ഒരു റിച്ച്നെസ് ഇരിക്കട്ടെ. നിന്നെ കാണാതായി എന്നുള്ള പരസ്യം പത്രത്തിലും TVയിലും വരേണ്ട താമസേ ഉള്ളൂ. ആ രണ്ടുപേര് പോലീസ് ചെന്ന് പറഞ്ഞോളും. ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് ഇഡ്ഡലി തന്നതും. ഇത്രയും കേട്ടത് കഥ, ഇനി സംഭവിക്കാൻ പോകുന്നത് സത്യം. നിനക്കുള്ള ഒറിജിനൽ ടിക്കറ്റ് ഞാനെടുത്ത് വേറെ വെച്ചിട്ടുണ്ട്, പരലോകത്തേക്ക്. അവിടെ നീ തനിച്ചു പോയേ പറ്റൂ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അത് പ്രകൃതി നിയമമാണ്. എതിരാളി നിസ്സഹായനാണെങ്കിൽ ദൈവം അതിന് മറ്റൊരാളെ നിയോഗിക്കും. നീ ക്രൂരമായി കൊന്നുകളഞ്ഞ ശേഖരമേനോന്റെ നിസ്സഹായരായ കുട്ടികൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചത് എന്നെയാണ്. സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ. നിനക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഇടിക്ക് നിയമസാധുതയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ഹരി നിന്നെ ഇടിച്ചു കൊല്ലും. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യം തുറന്ന് പറയണ റാസ്കൽ. പറടാ, എങ്ങനെ, എവിടെ വെച്ച് നീ ശേഖരം എന്നെ കൊന്നു? മിസ്റ്റർ മേനോൻ ഇവിടെ? വീട്ടിൽ പോയിരുന്നു. ഓഫീസിലും ക്ലബിലും ഒന്നും കണ്ടില്ല. അപ്പൊ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു, കുന്നത്തൂരിലെ റബ്ബർ ഫാക്ടറിയിലേക്ക്. പിന്നെ മേക്കുടി, മുള്ളൂർപാടം, കൊച്ചി, വയനാട്, ഇവിടങ്ങളിലൊക്കെ പല സ്ഥാപനങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നിന്ന് തിരിയാൻ നേരമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേനോനൊരു കിഴവനായി പോയി. അല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടിപ്പോ എത്ര വർഷമായി കാണും? അവസാനത്തെ കാഴ്ച എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഒരു കള്ളച്ചിരിയോടെ ഓഫീസിന്റെ ഗ്ലാസ് ഡോറിലൂടെ നോക്കി നിൽക്കുന്ന മേനോന്റെ മുഖം. ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും നിങ്ങൾ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി രക്ഷപ്പെട്ടിരുന്നു. കുട്ടിക്കൃഷ്ണൻ അറിയാലോ, ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്ന നിലയിൽ അന്ന് ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മൾ സഹപ്രവർത്തകരായിരുന്നു. മേനോൻ ആദർശവാദിയും ഞാൻ കറപ്റ്റഡും. ധാരാളം കള്ളപ്പണക്കാരെ വഴിവിട്ട് സഹായിച്ചപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായി ഇത്തിരി ദമ്പിടി. മേനോനെ സഹിച്ചില്ല. എന്റെ ഒരേ ഒരു പെങ്ങളുടെ വിവാഹത്തിന്റെ തലേ ദിവസമാണ് നിങ്ങൾ എന്റെ വീട് റെയ്ഡ് ചെയ്യിച്ചത്.
എനിക്ക് കിട്ടിയ നിർദ്ദേശം അതായിരുന്നു കുട്ടിക്കൃഷ്ണൻ. പക്ഷേ എന്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി. നീണ്ട 4 വർഷം ഉള്ളിൽ അപമാനത്തിന്റെ തീയുമായി ഞാൻ ജയിൽ കിടന്നു. താൻ എന്റെ മുമ്പിൽ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയെന്ന് മാത്രം. അപേക്ഷയാണ്, ഇനിയെങ്കിലും എന്നെ എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. എന്റെ മകളുടെ കല്യാണം മുടങ്ങിപ്പോകുന്നതിന്റെ പിന്നില് കുട്ടിക്കൃഷ്ണന്റെ പകയുണ്ടെന്ന് ആദ്യമൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ മനസ്സിലാക്കിയല്ലോ. എടോ മേന്നെ, ഒരു മനുഷ്യന്റെ വളർച്ചയിൽ അവന്റെ ശത്രുവിന് വലിയ ഒരു പങ്കുണ്ട്. ശത്രുക്കളെ വേദനിപ്പിക്കുന്നതിലൂടെയാണ് ഇന്ന് എന്റെ നിലനിൽപ്പ്. ചിലർക്ക് ക്രിക്കറ്റ്, ചിലർക്ക് ഫുട്ബോൾ, മറ്റു ചിലർക്ക് സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ഇപ്പോഴുള്ള ഹോബികളിൽ ഒന്നാ തന്നോടുള്ള പക. പ്ലീസ് കുട്ടിക്കൃഷ്ണൻ, ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എതിരാളിയല്ല. ദയവ് ഒന്നും അറിയാത്ത എന്റെ മക്കളെ കണ്ണീര് കുടിപ്പിക്കരുത്. മക്കള് കണ്ണീര് കുടിച്ചാലേ തന്റെ നാശം പൂർണ്ണമാകൂ. മൃഗങ്ങളെ എനിക്ക് സ്നേഹമാണ്. അതുകൊണ്ട് നിന്നെ മൃഗമെന്ന് ഞാൻ വിളിക്കില്ല. മനുഷ്യവും മൃഗവുമല്ലാത്ത നിന്നെ പോലെയുള്ള ജന്തുക്കൾക്ക് വേറെ പേര് കണ്ടെത്തണം. നിൽക്കായി. സത്യത്തിൽ എല്ലാം ഒരു നിയോഗം തന്നെ. ഞാൻ സസ്പെൻഷനിലാവുക, ഹരി എന്നെ കാണാൻ വരിക. എന്തായാലും കുറെ പേരുടെ വീർപ്പുമുട്ടലിനൊരു അവസാനം ഉണ്ടാക്കാനെങ്കിലും കഴിഞ്ഞല്ലോ. എല്ലാത്തിന്റെ ഒടുവിൽ ഒരു വേദന സ്ഥിരീകരിക്കപ്പെടുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അതെ, അതാണ് സങ്കടം. ഞാൻ പോവാണ് ഹരി. മനസ്സ് കുറച്ചുകൂടെ പാകമായിരിക്കുന്നു. എന്റെ ഈഗോ മാറ്റിവെച്ച് ഡിവൈഎസ്പിയോട് ഞാൻ ക്ഷമയോദിക്കും. വീണ്ടും ജോലി പ്രവേശിക്കും.